നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? എനിക്കിത് ചെയ്യാൻ കഴിയുമോ? നാളെ എന്ത് സംഭവിക്കും? ചിലപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാത്ത സമയത്ത് പോലും മനസ്സിലൊരു അസ്വസ്ഥത, ഒരു പേടി, ഒരു മോശം കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ. ഇതാണ് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി. പക്ഷെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ഉത്കണ്ഠ എന്നത് നിങ്ങളുടെ ബലഹീനതയല്ല. നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ നമ്മുടെ തലച്ചോറിൽ ഈ സംരക്ഷണ സംവിധാനം ആവശ്യത്തിലധികം പ്രവർത്തിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോർ ഭയം സൃഷ്ടിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ അപകടം പോലെ തോന്നുന്നത്? അതിനുള്ള ഉത്തരവും നമ്മുടെ തലച്ചോറിലെ 2 പ്രധാന ഭാഗങ്ങളിലാണ്: അമിഗ്ഡലയും കോർട്ടെക്സും. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് റീവയർ യുവർ ആങ്ഷ്യസ് ബ്രെയിൻ. ഈ പുസ്തകം എഴുതിയത് കാതറിൻ എം പിറ്റ്മാനും എലിസബത്ത് എം കാളും ചേർന്നാണ്. ഉത്കണ്ഠ വെറും മനസ്സിന്റെ ബലഹീനതയല്ല, അത് തലച്ചോറിന്റെ 2 വ്യത്യസ്ത ഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. നമുക്കിന്ന് ആ പുസ്തക സംഗ്രഹം നോക്കാം. നമ്മുടെ തലച്ചോറ് ഒരു അത്ഭുതകരമായ അവയവമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ സംരക്ഷിക്കാൻ അത് വികസിച്ചു വന്നതാണ്. അമിഗ്ഡല, തലച്ചോറിലെ അലാറം. അമിഗ്ഡലയെ നമുക്ക് ഒരു അലാം സിസ്റ്റം പോലെ കരുതാം. വീട്ടിലെ ഫയർ അലാം പോലെ. പുക കണ്ടാൽ അലാം മുഴങ്ങും. ചിലപ്പോൾ ചെറിയ പുകയായാലും അലാം മുഴങ്ങും. അതുപോലെ അമിഗ്ഡല അപകടത്തിന്റെ ചെറിയ സൂചന പോലും കണ്ടാൽ ശരീരത്തെ മുന്നറിയിപ്പ് നൽകും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു പ്രധാന ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് മുമ്പ് ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നു, കൈകൾ വിയർക്കുന്നു, വയറ്റിൽ അസ്വസ്ഥത തോന്നുന്നു. എനിക്ക് ശരിയായി സംസാരിക്കാൻ കഴിയുമോ എന്ന ചിന്ത വരുന്നു. ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനാലാണ്. അത് പറയുന്നത്, ശ്രദ്ധിക്കൂ, ഇത് പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നു എന്നതാണ്. കോർട്ടെക്സ്, ചിന്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. ഇനി മറ്റൊരു ഭാഗം നോക്കാം. അതാണ് കോർട്ടെക്സ്. നമ്മുടെ യുക്തിപരമായ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും ഉത്തരവാദിയായ ഒരു ഭാഗമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പ്രസംഗം ചെയ്യാനുണ്ട്. അമിഗ്ഡല പറയുന്നു, അപകടം, എല്ലാവരും നമ്മളെ നോക്കും. പക്ഷേ കോർട്ടെക്സ് പറയുന്നു, ഇത് വെറും ഒരു പ്രസംഗമാണ്, ഞാൻ തയ്യാറെടുത്തിട്ടുണ്ട്, മുമ്പും ഞാനിത് ചെയ്തിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അമിഗ്ഡല വേഗത്തിൽ പ്രതികരിക്കുന്നു, കോർട്ടെക്സ് ചിന്തിച്ച് തീരുമാനിക്കുന്നു. പലപ്പോഴും ആങ്സൈറ്റി ഉണ്ടാകുന്നത് ഈ 2 ഭാഗങ്ങൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ കൊണ്ടാണ്. അമിഗ്ഡല ചെറിയൊരു കാര്യത്തെ വലിയ അപകടമായി കാണുന്നു. കോർട്ടെക്സ് അതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ചിലപ്പോൾ ഭയം വളരെ ശക്തമാകുമ്പോൾ അമിഗ്ഡലയുടെ ശബ്ദം കൂടുതലാകും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, എന്തെങ്കിലും മോശം സംഭവിക്കും, ഞാൻ പരാജയപ്പെടും. പക്ഷേ യഥാർത്ഥത്തിൽ അപകടം ഉണ്ടാകണമെന്നില്ല. ഒരു ചെറിയ ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു കുട്ടി ആദ്യമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു എന്ന് കരുതൂ. ആദ്യ ദിവസം അവന് ഭയമാണ്. ഞാൻ വീഴും, എനിക്ക് കഴിയില്ല എന്ന് തോന്നും. അവൻ പല തവണ പരിശീലിച്ചാൽ എന്ത് സംഭവിക്കും? തലച്ചോർ പഠിക്കും, ഇത് അപകടകരമല്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെ ഭയം കുറയുകയും ചെയ്യും. മുതിർന്നവരിലും ഇതേ രീതിയാണ്. നമ്മുടെ തലച്ചോറിന് പുതിയ അനുഭവങ്ങളിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആങ്സൈറ്റി ഒരു ശീലമാകുന്നത് എങ്ങനെ? ഒരു കാര്യം ഭയപ്പെടുത്തി